Hi students, good morning all of you. Welcome back to my video class. Next question is, third question. The figure shows two chords drawn on either side of a diameter. Diameter രണ്ട് സൈഡിലും. What is the length of the other chord? What is the length of the other chord? Here figure is given. One circle. Its diameter means pass through the center. Two chords make an angle same 30 degree. Its measurement is given 3 centimeter. Therefore find the other. Therefore this 3 centimeter, find the length of the other chord. Therefore two chords are drawn at either sides of the diameter with a 30 degree, then one length is given 3 centimeter, find the other length. Here perpendicular line, draw perpendicular line, find the what is the length of the other chord. That is, you are already studying line drawn to the perpendicular. Perpendicular is bisect the chord, or here also draw perpendicular to this chord 90 degree. Equal angles are equal, 90 degree 90 common side. Therefore bisect each other. This all you are studying. Then how to find out this answer? Here easy method, your new numbers. Total number is 3 centimeter. Therefore a line drawn from the center to the chord, perpendicular line, is bisect the chord. Therefore 3 is divided into equal. Therefore 1.5. Then 90 degree 30 degree, therefore here is 60 degree. Same manner here 30, therefore 60. Therefore find first triangle, consider, then that triangle's angles are given 30 degree, 60 degree, 90. Therefore you are studying new numbers. Angles you got, angles, and that angles 30, 60, 90 degree. അപ്പോൾ നിങ്ങൾക്ക് വേഗം ഓർമ്മ വരും സൈഡ്സ് റേഷ്യോ എന്താണെന്ന്. സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും? 1:√3:2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് എന്തായി മാറും? സൈഡ്സ് 1x √3x 2x അങ്ങനെ സൈഡ്സ് എഴുതി വെക്കാം. ഇനി നിങ്ങളോട് പറഞ്ഞത് എന്താണ്? അത് ഫിഗറിൽ മാർക്ക് ചെയ്യാം. 13ൻ്റെ ഓപ്പോസിറ്റ് 1x, 16ൻ്റെ ഓപ്പോസിറ്റ് √3x, 19ൻ്റെ ഓപ്പോസിറ്റ് 2x. അപ്പോൾ ഇവിടെ ഏതിൻ്റെ സ്ഥാനത്താണ് നിങ്ങൾക്ക് കിട്ടിയത്? √3x സ്ഥാനത്ത് 1.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/2 എന്ന് എഴുതാം. 3.5 ആയതുകൊണ്ട് 3/2 എന്ന് എഴുതാം. ഏതാണ് നല്ലത്? 3/2 എന്ന് എഴുതാം. 3/2 കാരണം 3.5 അല്ലേ? 3/2. അപ്പോൾ എക്സ് എന്തായിരിക്കും? 3/2. മൾട്ടിപ്ലിക്കേഷൻ ഇവിടേക്ക് വരുമ്പോൾ ഡിവൈഡാണ് വരിക. എന്താ ഞാൻ അങ്ങനെ 1.5 എഴുതാതെ 3/2 എന്ന് എഴുതാൻ കാരണം നമുക്ക് ഈ 3 ക്യാൻസൽ ചെയ്യാൻ അറിയാം. 3/√3 എന്ന് പറഞ്ഞാൽ √3 അല്ലേ? അതിനു വേണ്ടി √3/2 എന്ന് എഴുതി. എക്സ് √3/2. നമുക്കറിയാം ഇതിൻ്റെ ഹൈപ്പോട്ടനീസ് എത്രയാണ്? 2x ആണ്. റേഡിയസ് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2x ആണ്. അപ്പോൾ 2 × √3/2 ആണ്. 2 × 2 ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? √3. റേഡിയസ് ഓഫ് ദ സർക്കിൾ ചോദിക്കുകയാണ്. പക്ഷെ നമ്മളോട് റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ല, എന്താണ് ചോദിച്ചത്? ലെങ്ത് ഓഫ് ദ അതർ കോഡ്. അപ്പോൾ അതർ കോഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഇനി വീണ്ടും ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതേ മെത്തേഡിൽ ചെയ്യാം. 30, 60, 90 ആണ്. അപ്പോൾ √2x സ്ഥാനത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? √3. അപ്പോൾ എക്സ് എന്തായിരിക്കും? √3/2 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ലെങ്ത് അല്ലേ? 60ൻ്റെ ഓപ്പോസിറ്റായ √3x ആണ് കാണേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുക്കാം. ഇപ്പോൾ √3x എന്തായിരിക്കും? √3 × √3/2
എത്ര വരിക? √3 × √3 3/2. 3/2 ആണ് വരിക. പക്ഷേ ഇതുവരെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഒരു കോഡിനെ ബൈസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്തായിരിക്കും വരിക? ടോട്ടൽ ഡബിൾ ചെയ്യാം. ഡബിൾ ചെയ്യുമ്പോൾ എന്താ? ലെങ്ത് ഓഫ് ദ കോഡ് എന്താണ്? ലെങ്ത് ഓഫ് ദ കോഡ് 2 × 3/2. 2 ക്യാൻസൽ ചെയ്ത് എന്താ? 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആംഗിൾ ഇൻക്ലൂഡ് എന്താണ് കട്ട് ചെയ്യുന്ന, അത് ആംഗിൾ ഇൻക്ലൈഡ് ചെയ്ത ആംഗിൾ സെയിം ആണെങ്കിൽ അതിൻ്റെ കോഡിൻ്റെ ആംഗിൾ ലെങ്ത്തും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവുക. ആംഗിളിന് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഡയറക്റ്റായിട്ട് വൺ വേർഡ് ആയിട്ട് എഴുതാനുള്ളൂ. ഇവിടെ 30 ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ കോഡും എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ ന്യൂ നമ്പർ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ സൈഡ്സ് റേഷ്യോ എഴുതുക, സൈഡ്സ് എഴുതുക, അതിന് എക്സ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കാണേണ്ടത് ഇവിടെ 2x കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റേഡിയസ് ആണ് കാണേണ്ടത് വെച്ചാൽ ഇവിടെ നിർത്താം. x കിട്ടിയാൽ √3/2 കിട്ടിയാൽ 2x ആണ് റേഡിയസ്. ഇതല്ല റേഡിയസ്. അപ്പോൾ റേഡിയസ് 2x ആയതുകൊണ്ട് 2 × √3/2 √3 ആണ്. റേഡിയസിൻ്റെ ലെങ്ത്ത് √3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 4th. A chord and diameter through one of its end are drawn in a circle. ഒരു സർക്കിളിൽ ഡയമീറ്റർ എൻഡിന് 2 കോഡ്സ് വരയ്ക്കുന്നുണ്ട്. എ കോഡ് ഓഫ് സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ഡയമീറ്റർ. സെയിം ഇൻക്ലിനേഷൻ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ദ സെയിം ലെങ്ത്. അതായത് ഒരു സർക്കിളാണ്. നേരത്തെ വരച്ച പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്? ആ തേർഡ് ക്വസ്റ്റ്യൻ്റെ സെയിം ആൻസർ തന്നെയാണിത്. പക്ഷെ അത് പ്രോബ്ലം ആയിരുന്നു. ഇതെന്താ? പ്രൂഫാണ്. ഒരു ഡയമീറ്ററാണ്. ഡയമീറ്ററിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇവിടേക്ക് ഇൻക്ലൈഡ് ചെയ്യുന്ന ആംഗിള് സെയിം ആണ്. ഇവിടെ എത്രയാണ്? 30 ആയിരുന്നു നേരത്തെ. ഇതിവിടെ എത്രയാണെന്ന് പറയുന്നില്ല. ആംഗിൾ ഇൻക്ലൈൻഡ് ആംഗിൾ ആർ ഈക്വൽ. പ്രൂവ് ചെയ്യേണ്ട ലെങ്ത് ഓഫ് ദ കോഡ്സ് ആർ സെയിം. ഈ കോഡിൻ്റെ ലെങ്ത്ത് എന്താണെന്ന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ. ഒരു പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലത്തിൽ നിന്ന് ഇത് അതുപോലെ പ്രൂഫ് ചെയ്യാം. പ്രൂഫ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്? ട്രയാങ്കിളാക്കി ഫോം ചെയ്യുക. ട്രയാങ്കിളിൻ്റെ എങ്ങനെയെങ്കിലും 3 പാർട്സ് ഈക്വൽ ആക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യുക? ആദ്യം ഒരു പേരൊക്കെ കൊടുക്കാം. നേരത്തെ AB, AC ആർ 2 കോഡ്സ് ആൻഡ് AD is the diameter, O is the center. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. എന്തൊക്കെയാണ് എഴുതുക? AB and AC are 2 കോഡ്സ് ഇൻക്ലൈൻഡ് അറ്റ് സെയിം ആംഗിൾ വിത്ത് ഡയമീറ്റർ. ഡയമീറ്റർ ആയ ADയുമായിട്ട് ഈക്വലായിട്ട് ആംഗിൾ ഇൻക്ലൈൻഡ് ചെയ്യണമെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ദ കോഡ്. ഈക്വലായിട്ട് ഇൻക്ലൈൻഡ് ചെയ്യുമ്പോൾ ലെങ്ത് എന്തായാലും ഈക്വലാണ്. അപ്പോൾ ഈ ലെങ്ത് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എഴുതേണ്ട കാര്യം AB, AC ആർ 2 കോഡ്സ്. AD as a diameter, O is the center of the circle. Now prove that, first prove that AC equal to AB. AC equal to AB. Construction. Draw O, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് എന്താ വരിക? എമ്മും ഇവിടേക്ക് എന്നും. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഡ്രോ OM പെർപെൻഡിക്കുലർ ടു ABയും ON പെർപെൻഡിക്കുലർ ടു AC. അങ്ങനെ 2 പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ കൺസിഡർ. അപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും ഈക്വലാക്കുക. എങ്ങനെയാണ് ഈക്വലാക്കുക നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നത് ആകെ ഒരു കാര്യമാണ്. ഗിവൺ എഴുതാൻ മറന്നു പോയത്. ഗിവൺ എന്തായിരുന്നു? CADയും BADയും ഈക്വലാണ്. ഗിവൺ ആംഗിൾ CAD ഈക്വൽ ടു ആംഗിൾ BAD. ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നൊരു കാര്യം പ്രൂവ് ചെയ്യേണ്ടതാണ്. കൺസ്ട്രക്ഷൻ ഇതാണ്. ക്വസ്റ്റ്യനിൽ തന്ന ഇതാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാണ് ആ 2 ട്രയാങ്കിൾസ്?
സെൻറ്ററിൽ നിന്ന് തുടങ്ങാം. OAN എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ OMA എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ OAN ലെറ്ററൊക്കെ കറക്റ്റ്. അതായത് OAN എന്ന ട്രയാങ്കിളും OAM എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൽ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസെപ്ഷനിൽ നമുക്ക് തന്ന കാര്യം എഴുതി വെക്കുക. ഗിവൺ ഏതാണ് ഗിവൺ? ആംഗിൾ CAD ആംഗിൾ BAD ഈക്വൽ. അതാണ് ഫസ്റ്റത്തെ ഒരു ആംഗിൾ കിട്ടി. ഇനി നമ്മൾ കൺസ്ട്രക്ഷനിൽ ANOയും ആംഗിൾ AMO ഈക്വൽ ടു 90 ആണെന്ന് അറിയാം, പെർപെൻഡിക്കുലറായിട്ട് വരച്ചത് കൊണ്ട് 90 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് രണ്ട് ആംഗിൾ ഈക്വലായി അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ്സ് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ട, പക്ഷെ അതെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് രണ്ട് ആംഗിൾ കിട്ടിയാൽ നമുക്ക് തേർഡ് ആംഗിൾ ഈക്വലാണെന്ന് എഴുതിക്കൂടെ? അതുകൊണ്ട് therefore ആംഗിൾ AON ഈക്വൽ ടു ആംഗിൾ AOM ഈക്വൽ എന്താണ് ഈക്വൽ ആകാൻ കാരണം? ആംഗിൾ സം പ്രോപ്പർട്ടി. അതായത് ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ആംഗിൾ സം പ്രോപ്പർട്ടി ഷോർട്ടായിട്ട് എഴുതാണ്. എന്താണ് സം ഓഫ് ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ 2 ആംഗിൾസ് ഈക്വലായ തേർഡ് ആംഗിൾസും ഈക്വലാണ്. ആ കൺസെപ്റ്റാണ് ഇവിടെ എഴുതിയത്, ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിളുടെ സമ്മ് 180 ആയതുകൊണ്ട് രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായി മാറും? ഈക്വലായിട്ട് മാറും. അപ്പം ആംഗിൾ, അപ്പം നമുക്ക് ഒരു ഗിവൺ എന്നൊരു ആംഗിൾ എടുക്കാം. ഇപ്പോൾ ഒരു തേർഡ് ആംഗിൾ ഈക്വൽ ആണെന്ന് എടുക്കാം. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വലായി. ഇനി അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ്, ഈ ആംഗിൾ ഇതിനോട് ഈക്വലാണ്, ഇവിടെ നമ്മൾ ഈക്വലാക്കി. അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ് നമുക്കറിയില്ലേ? AO ഈക്വൽ ടു AO. കോമൺ എന്താണ് സാധനം? കോമൺ സൈഡ്. അപ്പം ആംഗിൾസും ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ എന്തായി മാറി? ഈക്വലായി. AON ട്രയാങ്കിൾ AOM ആർ ഈക്വൽ. ടു ട്രയാങ്കിൾസും ഈക്വലായി മാറി. അങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് ഏതാ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് ഈ രണ്ട് ട്രയാങ്കിളിനും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അതേ സ്ഥാനത്തുള്ള ആംഗിൾസ് AN ഈക്വൽ ടു AM. കാരണം എന്താ? കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസിലുള്ള സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം AM ANഉം ഈക്വലാണ്. പക്ഷെ നമുക്കറിയാം അത് ബൈസെറ്റ് ചെയ്യേണ്ടത്. അതിനാൽ അതിൻ്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ ANൻ്റെ ഡബിളും AMൻ്റെ ഡബിളും എന്തായി മാറും? AC ഈക്വൽ ടു AB ആവും. കാരണം എന്താ? ബൈസെറ്റ് ചെയ്യുന്നതാണ്. ഇത് കോഡ് ബൈസെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഈക്വൽ ആണെങ്കിൽ കോഡ്സും എന്തായി മാറും? ഈക്വലായിട്ട് മാറും. അപ്പോൾ 2 കോഡ്സ് എന്തായി മാറി? ഈക്വലാണ്. അതായത് ആംഗിൾ ഇൻക്ലൈഡ് ചെയ്യുന്ന ഡയമീറ്ററുമായിട്ട് ആംഗിൾ ഇൻക്ലൈഡ് ചെയ്യുന്ന സെയിം ആണെങ്കിൽ കോഡ്സിൻ്റെ ലെങ്ത്തും എന്തായി മാറും? ഈക്വലായിരിക്കും. 5th ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് 2 കോഡ്സ് ഡ്രോൺ ഓൺ either side of a diameter. How much is the angle the other chord make with the diameters? അതായത് ഒരു ഡയമീറ്റർ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ 2 കോഡ്സിൻ്റെ ലെങ്ത്തും ഈക്വലാണ്. അതായത് ഡയമീറ്ററിൽ കോഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വലാണ്. അതായത് 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? 2 chords are either sides of the diameter. How much is the angle on the either chord? ഇത് സിമ്പിളായിട്ട് പറയാനുള്ളൂ. നമ്മൾ പഠിച്ചു നേരത്തെ കോഡിലേക്കുള്ള ലെങ്ത്തും ഈക്വലാണ്. ആംഗിൾസ് ഇൻക്ലൈഡ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോഡിൻ്റെ ലെങ്ത്ത് ഈക്വലാണ്. കോഡിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ ആംഗിളും ഈക്വൽ ആയിരിക്കും.